അല്ല നീ എന്ത് വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് കള്ളത്തരം പറയണേ? അണ്ണ ലൂസി അണ്ണനെ കാണണമെന്ന് പറയുന്നത് എവിടെ എവിടെ ഉണ്ടാ പറ. ലൂസി ദർശനയുടെ പുറകെ വന്നിട്ടുണ്ടോ കുച്ചറി? പിന്നെ എന്റെ അച്ഛനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 10,000 കോടി വരെ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞ. നാളെ തന്നെ കണ്ടുപിടിച്ചോണ്ടാ അണ്ണ, ഉറപ്പായിട്ട് കണ്ടുപിടിച്ചോണ്ടു. 10,000 കോടി തരോ? അത് ദർശന അല്ലല്ല ഓറഞ്ച് പൊടി ദർശനയാ. എനിക്ക് ഓറഞ്ച് കൊടുത്തു അതിന്റെ മണ്ടക്ക്. നീ പോയി ദർശനം വിളിച്ചോണ്ട് വാ. അണ്ണാ കുറച്ച് അങ്ങോട്ട് പോതാ ലോല ഉണ്ടല്ലോ. അവിടെ ചെന്നിപ്പോ എടി പെണ്ണെ നീ ഇങ്ങ് വന്നേ, അതാണ് അവന്റെ വർത്താനം. എനിക്ക് വീട്ടുകാരില്ല, ഞാനാദ്യം നീ ആരാ നോക്ക് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നേ. ചെറിയ മാത്രമേ കണ്ടുള്ളല്ലേ? കാണൂല. എന്തോ കേട്ടില്ല. ഞങ്ങളൊരു മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നതാ. ലോലം പറ അണ്ണൻ ദർശനം കൊണ്ടുപോയി. വണ്ടിയിലോ കളിക്കാൻ പോയി കറുത്ത വണ്ടിയില്. ഞാൻ അണ്ണനെ കൂട്ടിട്ട് വെറുതെ പറയ്. ടി ഡി എന്നെ കൂട്ടാൻ പോ മുച്ചിരി എന്ന് പറയ്. അങ്ങനെ പറയ് അണ്ണ, അങ്ങനെ പറയ്. മുതുക്കിലുണ്ട്. എന്താ കേട്ടില്ല? ഹലോ വെറുതെ ചോദിക്കും. കൺഫേമാ മുതുക്ക്. ഇല്ല വെറുതെ പറഞ്ഞേ. അത് മുതുക്കാണല്ലോ പറയും. മുതുക്കാണല്ലോ. നൈസായിട്ട് റേഡിയോന്ന് ഇറങ്ങിക്കോ. എനിക്ക് ലോഡിംഗ് ഇഷ്യൂ എനിക്കതാ എവിടെ കാണാത്തത്. നിങ്ങൾ എന്റെ മാർക്കിലോട്ട് വന്നേ, പെട്ടെന്ന് വന്നേ. കത്തിന്നല്ലേ പറയും വെറുതെ. കള്ളൻ ലോലൻ. ഞാൻ റേഡിയോ ഞാനും ഇറങ്ങി. ദർശനനെ നീ റേഡിയോ കത്തിപ്പോയെന്ന് ചോദിച്ചു ചുമ്മാ നൈസായിട്ട്. അണ്ണാ ഞാൻ തീരെ മെത്തല്ലോ കൊടുത്തു. ഹലോ അണ്ണന് അണ്ണൻ കത്തിയാ കത്തിയേട്ടാ. എന്നാ ആ തീരെ കളിക്കാൻ പോട്ടെ. ശരി, ബൈ. അണ്ണാ ഞാനേ ഇങ്ങക്ക് പ്രൈവസി തരാം. ഞാൻ ഇറങ്ങട്ട്. ഇല്ല അണ്ണ അനക്ക് ശരിയാവൂല അണ്ണാ. ഇങ്ങനെ സംസാരിക്കട്ടാ. ഞാൻ ഇവിടെ സൈഡ് നിന്നിട്ട് നിൽക്കോടാ അണ്ണാ. ഒരു മിനിറ്റ് ദർശനം, ഒരു മിനിറ്റ്. നീ എന്തൊരു കള്ളനാടാ നീ. നീ എന്തൊരു കള്ളനാ നീ. നീ എന്ത് വിശ്വസിപ്പിക്കുന്നു. ഞാൻ വിളിക്കുമ്പോ നീ ഇതാ ചെയ്യണല്ലേ? ഞാൻ ഫോൺ ഉപയോഗിക്കലില്ല. എന്നെ കത്തിപ്പോയെന്ന് പറഞ്ഞായിരുന്നേ. നല്ല റേഞ്ച് ഉണ്ടല്ലോ അണ്ണാ. ഒരു പരിപാടി പോയിട്ടോ അണ്ണാ. എന്തേ സക്സസ് ആയാ? ഞാൻ റേഞ്ചില്ലാത്തതല്ല അഭിനയിച്ച്. അണ്ണൻ എന്താ പറഞ്ഞോണ്ടേ? ഞാൻ എന്താക്കി? ഞാൻ എന്ത് കള്ളനാക്കിയേനി? നീ എന്ത് വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് കള്ളത്തരം പറയണേ? എപ്പോ അണ്ണാ എന്നാ ബിസിനസ് മാൻ. ദർശനം ഒരു മിനിറ്റ് വരുന്നേ.
മുച്ചിരി ഇവിടെ നിന്നാൽ എന്തായാലും വരും ഒരു മിനിറ്റ്. നീ എന്റെ കൂടെ നിക്ക്, എന്നിട്ട് ഈ കൊച്ചി എനിക്ക് ചേരുന്നതാണോ അല്ലയോ ഒന്ന് നോക്കി നോക്ക്. നിന്റെ അഭിപ്രായം പറയാൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഫസ്റ്റ് ഇതാണ്. അരി ബോബാ ബോബില്ല ഈ ലോകത്തില്ല ബോബ്. ബോബ ഇറങ്ങി. അതെ, എന്നെ മന്ദാരം വിളിച്ചിട്ട് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ ട്രക്ക് ജോബിലാന്ന് അതിനേക്കാ വലിയ കള്ളി. കള്ളൻ അണ്ണാ. അണ്ണൻ ഇപ്പോഴും മാച്ച് ആയില്ല അണ്ണാ. അണ്ണാ മാച്ചായി. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇല്ലണ്ണാ മാച്ചായി. 50-70. അത് മന്ദാരം. ഹലോ അണ്ണാ. അണ്ണാ ലൂസി അണ്ണനെ കാണണമെന്ന് പറയുന്നത് എവിടെ? എവിടെ ഉണ്ടാ? എന്റെ വണ്ടിയിലുണ്ടല്ലോ. ആണോ? നിങ്ങൾ എവിടെയാ? നമ്മളിതേ കസിനോടെ ഫ്രണ്ട്. കസിനോടെ ഫ്രണ്ടില്. അണ്ണ എവിടെ? ഞാന് ഇവിടെ കടൽ തീർത്ത മറ്റേ മുച്ചിരിക്ക് ഒരു ഇത് തുടങ്ങണമെന്ന്, ഡീലർഷിപ്പ്. ലൂസിയുടെ പേര് കേട്ടോ, പെട്ടെന്ന് റേഞ്ച് ഒക്കെ ആക്കി വന്നല്ലോ അണ്ണ. ആ റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ഏത് കടൽ തീർത്താ? ലൂസിയാ. അപ്പൊ അണ്ണൻ ഇല്ലെന്ന് തോന്നുന്നു. സൗണ്ട് പോയോ? ഹലോ. ഇല്ല കേക്കാ. അതാ ഞാൻ പറഞ്ഞ ഇവിടെ എന്ത് റേഞ്ച് ഇഷ്യൂ ഉണ്ടാ ഇവിടെ? ഏത് കടൽ തീരത്താ? എടാ നമ്മളെ മുച്ചിരിക്ക് മറ്റേ സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പ് തുടങ്ങാൻ വേണ്ടി ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നാ. കടൽ തീരത്തല്ലേ? എടാ ഈ സിറ്റിയില് പകുതി ഷെയ്ക്ക് മേടിച്ച്, പകുതി സാബ്ഗുരി മേടിച്ച്, ഇനി ആകെ ഉള്ളത് കടല. അത് മണ്ണിട്ട് നികത്തി എടുക്കാനേ പറ്റുള്ളൂ. ഇനി ഞാനിപ്പോ ഇതൊന്ന് ഡീലാക്കി പെട്ടെന്ന് വിളിക്കാൻ തന്നെ. അപ്പൊ ലൂസിയാനെ പറഞ്ഞോടല്ലേ? ലൂസിയ അണ്ണൻ തിരക്കില്ല. ലൂസിയ സോറി. ഞാൻ ഇപ്പൊ തിരക്കൊഴിയും. കടലും തപ്പി വരും. കേറ്. ആകെ കടലുള്ള ഈ സൈഡ് മാത്രം. എനിക്ക് അറിയാത്തൊരു എന്റെ പൊന്നു മുച്ചിരി, ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഇവന്മാരൊക്കെ പെണ്ണുങ്ങളായിട്ട് സംസാരിക്കാൻ പോകുമ്പോ ഞാൻ ഇവരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. സത്യം. മന്ദാരം ഇന്നലെ രാത്രി 4 മണി വരെ ഞാൻ പോലും ബുദ്ധിമുട്ടിച്ചില്ല. നിനക്ക് കത്തല, നീ ഒന്ന് വണ്ടി നിർത്തി. ഞാൻ കത്തരൊന്നില്ല. കത്തരൊന്നില്ല. നീ കത്തി പോണേ. അണ്ണനെ കത്ത ഇവിടെ ഇന്ന് ആരും മനസ്സിലാവില്ല. ആര് വരെ നിങ്ങൾ സംസാരിച്ചോ, ഞാൻ അവിടെ മൂലക്ക് നിന്നോളാം. ഇല്ലില്ല, ഞാൻ പറഞ്ഞ ഓർമ്മയില്ല നിനക്ക്. എന്ത് പെണ്ണെടുക്കുന്ന അണ്ണ പെണ്ണെടുക്കുന്ന ഇതെന്തോ കൊട്ടേഷൻ. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ വന്നതാ. അതറിയാതെ ഇറങ്ങിയപ്പോ വന്നാടാ. ബാക്ക് സ്റ്റേബ് ചെയ്തില്ലെങ്കിൽ മതി. ഞാൻ അവിടെ സൈഡിൽ നിന്ന് നോക്കിയോളാം. എന്തൊക്കെ പ്രശ്നം അപ്പൊ പിടിവെച്ചോല്ല. അല്ല പ്രാവ് അണ്ണ പ്രശ്നമൊന്നും ദർശന. ഞങ്ങള് ചുമ്മാ ചില്ലവട്ടി ഇറങ്ങിയോ. ഞാൻ മുച്ചിരിക്ക് ആക്ച്വലി പെട്ടെന്ന് ഒരു ആഗ്രഹം, ഒരു സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പ് തുടങ്ങണം. അപ്പൊ നമ്മൾ പോയി അന്വേഷിച്ചപ്പോ ഒരു 1500 കോടിയുടെ ഡീല് അതങ്ങ് ക്ലോസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അത് ക്ലോസ് ചെയ്തിട്ട് വരുന്ന വഴിയാ. അതൊക്കെ ചെയ്ത് പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. 1500 കോടിക്ക് ഇപ്പൊ നമ്മളെ പുതിയൊരു. താങ്ക് യു അണ്ണ, ഇത്ര സഹായിച്ചിന് താങ്ക് യു അണ്ണ. അണ്ണനെ നീ എന്നെ മോനെ നന്ദിയുണ്ട്. അത്രേ ഉള്ളു അണ്ണ. അതൊക്കെ അത്രേ ഉള്ളു അണ്ണ. നിനക്കൊക്കെ വേണ്ടിയുള്ള, പിന്നെ ആർക്ക് വേണ്ടിയാ ഞാൻ പൈസ മുടക്കണ്ടേ? അത്രേ ഉള്ളു അണ്ണ. അതൊക്കെ അത്രേ ഉള്ളു. ഇപ്പൊ ഇനി ഇത്ര ചെയ്യാൻ എന്റെ ബാങ്കിലുള്ള 30,000 ചെയ്യാറ് എത്ര ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ലടാ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇപ്പൊ കറന്റ്ലി പെട്ടെന്ന് അത് ഉപയോഗിക്കട്ടെ, കുറച്ച് സേവ് ചെയ്യാം നമുക്ക്. ഇപ്പൊ ഓക്കെ ഫ്യൂച്ചറൊക്കെ എല്ലാവരും നോക്കണ്ടേ? ഓക്കെ ഓക്കെ. പറ ലൂസി. ലൂസി അതെന്റെ ചേച്ചിയല്ലേ ലൂസി. അങ്ങനെ അതാ എന്റെ ചേച്ചിനെ വിളിച്ചെന്തിന്? എന്തെന്താ മന്ദാര അല്ല അണ്ണ. ഇത് എന്ത് സംശയിക്കുന്ന അണ്ണ? അണ്ണനപ്പൊ അത്ര ട്രസ്റ്റ് ഉള്ളവർക്ക് തുമ്മിയാലും പ്രശ്നം. ഓക്കെ ഓക്കെ. ഓ നിങ്ങളെ കൂടെ ഒന്നും ഞങ്ങൾക്കറിയില്ലല്ലോ അണ്ണാ. ഞാൻ സിംഗിൾ അല്ലേ. നീ വലിയ അഭിനയിക്കല്ലേ. സിറ്റിയിലെ എല്ലാ പെണ്ണുങ്ങളും ട്യൂൺ ചെയ്തിട്ടുണ്ട്. ദർശനയുടെ പുറകെ വന്നിട്ടുണ്ടോ മുച്ചിരി? പിന്നെ
അമ്മാണ് പോയിട്ടില്ല. എപ്പോ വന്നു? ബാക്കില് വന്നിന് ഒരു 5 കോടി ചോദിക്കാൻ വേണ്ടി. അത് എന്നിട്ട് വീട്ടിന് അപ്പഴേ അപ്പൊ എന്ത് പറഞ്ഞു അവള്? തന്ന് പൈസ 5 കോടി. ഞാൻ കൊടുത്തു. പാവം എന്റെ ഒരു അനിയനെ പോലെ കണ്ട് ഞാൻ കൊടുത്തു. അപ്പൊ ആ പൈസ തിരിച്ച് ദർശന ഒരു കിട്ടിയോ? മിനിറ്റ് അണ്ണ. ദർശന അന്നത്തെ അയ്യോ ആ പൈസ തിരിച്ചു കിട്ടിയോ ദർശനക്ക്? കിട്ടി. സത്യമാണോ? കിട്ടി അണ്ണ. ദർശന അന്നത്തെ മുതുക്ക് കാലി അന്നത്തെ ദർശന അണ്ണാ പിന്നെ ഇവനാണ് ഭയങ്കര ഗ്രൈൻഡിങ്ങാ. ഇവനെ ഇപ്പൊ മുതുക്കിലൊന്നും കാണാറില്ല. എന്ത് ഗ്രൈൻഡാണ് ഫുള്ള് മുതുക്കിലായിരുന്നു. അത് ഞാനല്ലേ ചോദിക്കേണ്ടത് മുച്ചിരി? അല്ല ഓൾക്കറിയാം എന്ത് ഗ്രൈൻഡാണ് ചെയ്തോണ്ട് ദർശന. അയ്യോ ജോബ് വർക്ക് ചെയ്യായിരുന്നു. ഞാൻ എപ്പോ ചോദിച്ചാലും പറയും പണിയെടുക്കണം, പൈസ ഉണ്ടാക്കണം. ഇതിന് മാത്രം പൈസ എന്തിനാന്ന് ചോദിച്ചിട്ട് അത് മാത്രം പറഞ്ഞില്ല. എന്തിനാണ് ഇതിനൊക്കെ വേണ്ടി പൈസ എന്തിനാടാ? അണ്ണാ തന്നില്ലേ, ഞാൻ തന്നില്ലേ? എന്ത് അങ്ങനെ എല്ലാരോടും പറയാൻ പറ്റുമോ നമുക്ക്? പൈസ അണ്ണാ ഗ്യാൻ ഫണ്ട് ഞാൻ പറ്റിച്ചിട്ടല്ല പൈസ ആക്കിയതല്ല. അണ്ണന്റെ ഭാര്യ പക്ഷേ ലവർ പറഞ്ഞു എന്നെ വിശ്വസിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ലവർ ആയില്ല നിങ്ങള്? ക്രഷാണല്ലേ അണ്ണന്? ക്രഷ ദർശനല്ലേ? അണ്ണാ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഇപ്പൊ പ്രൂവ് ആയില്ലേ? ഞാനിപ്പോ ഇട്ട് കൊടുത്തല്ലേ അണ്ണൻ നോക്ക് സെറ്റ് ആവും. അണ്ണന് കിട്ടാണ്ട് നിക്കൂലല്ലോ. ഞാൻ എന്റെ അറിഞ്ഞില്ലേ ഞാന് ഇതാണ് ആരാ വിളിക്കുന്ന? ഫ്ലൈറ്റ് മോഡ് ഓണാക്ക്. മന്ദാരേ ഹലോ അണ്ണാ എവിടെണ്ട്? ഞങ്ങളൊരു ചെറിയൊരു ബിസിനസ് മീറ്റിലായിരുന്നു. എന്ത് പറ്റി പറഞ്ഞു? അല്ല ഷമീർ വന്നിട്ട് ഷമീർ കാണണോ ഇങ്ങനെ 2 ദിവസം പറഞ്ഞിട്ട് തിരക്കായിരുന്നു. രണ്ടാളും അങ്ങോട്ട് കൂടെ തിരക്കായി. നമ്മളും വേറെ കുറച്ച് പരിപാടിയിലായി. കാണോന്നറിയാം വിളിച്ചു. ഞാൻ 11 ആകുമ്പോഴത്തേന് വരാം. 10-15 മിനിറ്റ്. ഓക്കെ എനിക്കൊരു മെസ്സേജ് ഇടോ കോൾ ചെയ്താലും മതി കേട്ടാ. ഓക്കെ ബിസിനസ് ഓക്കെ. എടാ ഞാൻ ഒരു കാര്യം പറയണടാ. ഒരു പെൺകൊച്ചിനെ നമ്മൾ ട്യൂൺ ചെയ്യുമ്പോ അവളുടെ അടുത്ത് ആദ്യമേ നമ്മൾ പോയി നമുക്ക് ഇഷ്ടമാ അതാ ഇതാന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്റെ വില ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് അറിയില്ലേ എന്താ ടൂണ്? ഫ്ലെക്സി വളച്ചെടുക്കുന്നതിനാണ് ടൂൺ എന്ന് പറയാ. ഹലോ പറ പൂമ്പാറ്റ കൊണ്ട് അണ്ണാ ഞാന് എന്റെ തക്കട് പൂച്ചയെ പരിചയപ്പെടുത്തി തരാം. പരിചയപ്പെടുത്തി അണ്ണാ എവിടെ ഉണ്ട്? 8226. 8226. ഓക്കെ ഇതാ പറഞ്ഞത്. ആരെങ്കിലും ഒരാളുടെ പെണ്ണിനടുത്ത് സംസാരിക്കാം. ഞാനൊരു പെണ്ണിനോട് സംസാരിക്കാൻ തീരുമാനിച്ച തക്കോട് പൂച്ച, പൂമ്പാറ്റ ഗുണ്ട, കണ്ണൂർ കിങ്, ഓരോ ആരൊക്കെയാണോ എന്നെ വിളിക്കണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാണോ? സത്യം പറയാലോ. നമ്മൾ വിഷയത്തിൽ തെന്നി മാറുകയാണ്. അണ്ണനിപ്പോ പെണ്ണല്ലേ സെറ്റാണ്ടേ? എനിക്ക് നീ എന്തിനാടാ? നീ ഒന്ന് ആലോചിച്ച് നോക്കി. അവളിപ്പോ നമ്മുടെ അടുത്ത് വന്ന് നിക്കുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി നമ്മുടെ അടുത്ത് ഒരു ട്രസ്റ്റ് ഉണ്ട്. മനസ്സിലായോ? അത് ശരിയാണ്. അപ്പൊ നമ്മൾ അവിടെ പെട്ടെന്ന് ചാടി എന്നെ ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എന്നോട് കേറി നീ ദയവ് ചെയ്ത് മണ്ടത്തരൊന്നും വിളിച്ച് പറയല്ലേ. വാ. അതാ ഞാൻ പറയുന്നത്. ഞാൻ ഒളിച്ചൊന്ന് കണ്ടോളാം. ഇല്ലടാ കുഴപ്പമില്ല. നീ എന്റെ അനിയനല്ലേ, കുഴപ്പമില്ല. നീ വാ. ദർശന ഇവൻ കൊച്ചു പയ്യനായതുകൊണ്ടേ പെട്ടെന്ന് അവന് എന്താ സംസാരിക്കണ്ടേ എന്താ ഇതാക്കണ്ടേ എന്നുള്ള ഒരു ഇതില്ല. അത് അവൻ പെട്ടെന്ന് അങ്ങനെ കയറി പറഞ്ഞു പോയത്. അല്ലടാ മുച്ചിരി? അങ്ങനെ തന്നെ. അതെനിക്ക് മനസ്സിലാവണ. നമ്മള് ഫ്രണ്ട്സ് ആണെന്ന് അവൻ അറിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കും. അച്ഛനെ എവിടെയാണ്? എനിക്ക് അച്ഛനില്ല. ഞാനൊന്നും പറഞ്ഞിട്ടുണ്ട്. ദർശനക്ക് അച്ഛനില്ലടാ, എന്നെ പോലെ തന്നെ. നിനക്ക് അച്ഛനും അമ്മയുണ്ടല്ലേ? എന്റെ പെർമനന്റ് ഇല്ല, ഫേക്ക് ആണ്. ഒറിജിനൽ ഇല്ല. ഒറിജിനൽ കൊന്ന ഞാൻ. എന്റെ അച്ഛന് ഒരു പൈസക്ക് ഭ്രാന്തുള്ള കൊന്നു. പൈസക്ക് ആവശ്യം അച്ഛനെ കൊന്നു കളഞ്ഞാ? അങ്ങനല്ല, പൈസ മാത്രം. നമ്മളെ സ്നേഹിക്കണ്ടേ? മക്കളാവുമ്പോ സ്നേഹിക്കണ്ടേ? മക്കളെ സ്നേഹിച്ചില്ല, ഞാനങ്ങ് കൊന്നു. അപ്പൊ അമ്മ
അമ്മന്റെ കാര്യം അറിയില്ല എന്തായി, അതാണ് സംശയം. അപ്പൊ ചെറുതിൽ എന്നെ കണ്ടിട്ടില്ല. ഇങ്ങനെയാണെങ്കിലും ജീവിക്കാൻ പറ്റണ മുച്ചിരി. അത് ശരിയാണ്. ഞാനൊക്കെ എന്റെ അച്ഛനും അമ്മയും എത്ര നാളായിട്ട് തിരക്കി നടക്കുകയാണെന്ന് അറിയാം. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അവിടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നമുക്ക് അറിയാത്ത എങ്ങനെ തിരഞ്ഞെടുക്കാൻ. അമ്മക്ക് എന്നെ കണ്ടിട്ടില്ല, നമുക്ക് അമ്മനും കണ്ടിട്ടില്ല. അമ്മക്ക് എന്നെ കണ്ടില്ലേ. എന്റെ അച്ഛനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 10,000 കോടി വരെ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞ. ഉറപ്പാ നാളെ തന്നെ കണ്ടുപിടിച്ചോണ്ടാ അണ്ണ, ഉറപ്പായിട്ട് കണ്ടുപിടിച്ചോണ്ടു. 10,000 കോടി തരോ? അപ്പൊ ഏതോ നാടക ട്രിപ്പില് ഒരാൾക്ക് ബുക്കിംഗ് ഇപ്പൊ ഇതെന്ത് നീ എന്താ വിചാരിച്ചെന്നെ കുറിച്ചിട്ട്? എന്നാ ഉറപ്പാണോ? 10,000 കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ നീ നല്ല മറ്റേ നാടക നടന്മാരെയൊക്കെ താടി പോയി അണ്ണന്റെ ഫീസ് കട്ട് അണ്ണന്റെ എല്ലാ അണ്ണനായിരുന്നു. അപ്പൊ താടിയില്ല നാളെ കൊണ്ടുവരുമല്ലേ? ആ ഉറപ്പായിട്ട് താടി കൊണ്ടുവരുന്നല്ല, ഒറിജിനൽ പരന്തു വാസുവിന്റെ അച്ഛൻ. കത്തിട്ടുണ്ടോന്ന് അറിയില്ല. ഇത്രയും 10-28 വർഷമായിട്ട് ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. പിന്നല്ലേ ഇനി അണ്ണൻ എന്നെ തീരെ പരിചയമില്ലാന്ന് തോന്നുന്നു. ഈ ടിവിയിലെ മുച്ചിറിയല്ലേ മറ്റേ 200 കോടി മാസിനെ പറ്റിച്ചോണ്ട് വന്നേ? അത് മാത്രല്ലല്ലോ, എനിക്ക് ബുദ്ധിയും ഇവരെയും ഉണ്ട്. നമ്മൾ വിഷയത്തിൽ തന്നെ മാറുകയാണ്. നിങ്ങൾ സംസാരിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾ സംസാരിക്കൂ. ഞങ്ങളിതൊക്കെയാണ് നോർമലി സംസാരിക്കാറില്ലേ? സംസാരിക്കുക. അതായത് ഞങ്ങൾ ഇനി പ്രത്യേകിച്ച് എന്താ സംസാരിക്കാൻ? ഇത് പൂമ്പാറ്റ കൊണ്ടാ പറയുന്നു വരുന്നതോ? പൂമ്പാറ്റ കൊണ്ട് എങ്ങനെ ഇങ്ങോട്ട്? പൂമ്പാറ്റ കൊണ്ടാ തക്കട് പൂച്ച. ഓക്കെ, നമ്മളേലും ഉണ്ട്, ബ്രിഡ്ജും ഉണ്ട്. സംസാരിക്കോ? ഹായ് തക്കട് പൂച്ച. തക്കട് പൂച്ചക്ക് സുഖാണോ? മീനൊക്കെ തരാറുണ്ടോ? പിന്നെന്താ തരുന്നേ? പാലൊക്കെ കുടിച്ച് വളർത്തണ നിറമൊക്കെ വെക്കട്ട്. നീയല്ലേ മറ്റേ പാട്ട് പാടുന്ന ആള് വലിയ സിംഗറ്? നീ ടിവിയൊക്കെ ഒരു പാട്ട് പാടി തരാന്ന് പറഞ്ഞിട്ട് അതെന്ത് അല്ലതെ കാണാനില്ലല്ലോ. ദർശന, ഈ പയ്യനെ നമ്മുടെ ടിവിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് വേണ്ടിട്ട് ദർശനം കൂടെ കേട്ട് നോക്ക്. വാ നമുക്ക് കേക്കാം. ഇവനല്ലേ ഇപ്പൊ നമ്മള് ലൊക്കേഷൻ കൊടുത്തേ. പിന്നെ പറ. എന്നുവെച്ചാ ഒരു മെലഡി പോലത്തെ ഒരു പാട്ടാണ്. ഓ ഓക്കെ, മെലഡി. ഒരു സെക്കൻഡ്, ഒരു കോള് വരുന്നേ. ഹലോ ഹലോ ഹലോ, ഞാനാണ് അണ്ണ ഇങ്ങോട്ട് വന്നേ. ദർശന ഇങ്ങോട്ട് വാ, അങ്ങനെ പറയില്ലേ സിനെ. ദർശന ഇങ്ങോട്ട് വാ, അങ്ങനെ പറയണോ? അണ്ണനെന്താ ദർശന അങ്ങനെ വിളിക്കുന്നേ? ആരോ പോലെ അണ്ണന്റെ പെണ്ണാവും പോവല്ലേ? ഞാൻ സ്വീറ്റ് ആയിട്ടല്ലേ സംസാരിക്കണത്. ഇല്ലേ, അണ്ണൻ വിളിച്ചത് ദർശന അങ്ങനെ വിളിച്ചണ്ണേ. അല്ല, സ്വീറ്റ് ആയിട്ടല്ല വിളിച്ചത്, എരിവായിട്ടാ വിളിച്ചേ. ആ, സ്വീറ്റിൽ ഓപ്പോസിറ്റ് എരിവ്. നിന്നോട് എങ്ങനെ സംസാരിക്കണം ഒരു മനുഷ്യൻ 5 മിനിറ്റ്? ആ അണ്ണാ, ഇനി അങ്ങനെ സംസാരിക്കാം, സ്വീറ്റ് ആയിട്ട് വിളിക്കണം. ദർശന പോലെ ഈ ജെൻസി പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ. ദർശന, ഇത് പയ്യനൊരു പാട്ട് എഴുതിട്ടുണ്ട്, ആ പാട്ടൊന്ന് കേൾക്കാം കേട്ടോ. ഓ തുടങ്ങിക്കോ. ചിറകുമായി കാലത്തിൻ കാവലായി മാറി ഒരേ പാതയിൽ ഒരേ സ്വപ്നമായി കടലേക്കാൻ കൂടെ കൂട്ടും. ഇടറില്ല ഈ കൂട്ടം, നിഴലിലും നിലവിലും ഈ കൂട്ടം. ഇന്നെന്നുള്ളിൽ ഇവരാ
അടിപൊളി. അണ്ണാ അയ്യോ ഇത്രയുള്ളോ? അണ്ണാ ഇത് 5 മിനിറ്റിൽ എഴുതിയ പാട്ടാണ്. എന്റെ പൊന്നോ ഇത് കിടിലം കിടിലം. അണ്ണനെ, ഞാൻ ഇപ്പൊ ലൈവായിട്ട് ഒരു പാട്ടുണ്ടായി തരണ. ഓ ലൈവായിട്ട് പാട്ടാ. ഓക്കേ, ഓക്കേ, ഓക്കേ. എനിക്ക് ഈ പാട്ടൊന്ന് എഴുതി ഏത് തരുമോ? language ആണോ? ഇന്നത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പാട്ട് എനിക്ക് പൂച്ചക്കുട്ടിയെ കൊണ്ടൊന്ന് പാടി അയച്ചു തരുമോ? പിന്നത് സെറ്റ്. അയ്യോ കിടിലം കേട്ടോ, അടിപൊളി അടിപൊളി. അങ്ങനെ ഞാൻ ലൈവായിട്ട് ഒരു പാട്ടുണ്ടാക്കാൻ പോവാണ്. ഓ ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, ഓക്കെ. അല്ല തമിഴ്. ഓക്കെ, ഇതെല്ലാം മിക്സ് ചെയ്ത് നോക്കാം നമുക്ക് പറഞ്ഞാം. ഓക്കെ നോക്കാം. ഒരു സെക്കൻഡ്. तेरी निगाह में तू है तू, जाने कहाँ मिले से बहार है तू है तेरी जान, तेरी इश्क है मैं दिल मेरा तू रब है मेरा, तो इश्क है तो नया तू रब है मेरा. എന്റെ പൊന്നോ കിടിലം കിടിലം. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് കേറിയിരുന്ന് നിങ്ങൾ രണ്ടുപേരും ഗിത്താറും ഇതും പിടിച്ചോണ്ടിരിക്കാതെ ഇതും പിടിച്ച് വെളിയിലോട്ടൊക്കെ ഇറങ്ങിയാൽ നിങ്ങളൊക്കെ രക്ഷപ്പെടും. ഞാൻ സത്യമായിട്ട് പറയാ. ട്രൈ ചെയ്തോണ്ട് എന്റെ ബ്രോ ബ്രേക്ക് ചെയ്തല്ലോ, ഒരു രക്ഷയല്ല ബ്രോ. കേട്ടിട്ട് ഇറങ്ങി പറയാതെ പോവാൻ തോന്നിയില്ല. റാൻഡം സ്പെക്കിൽ വന്ന ഒരു രക്ഷയില്ല. സോറി ബ്രോ, ഇന്ററപ്റ്റ് ചെയ്തേല്. ഞാൻ പോവാണ്. ഓക്കെ ഫൈൻ ബ്രോ. എന്താ എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അറിയിച്ചിരിക്കും. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. ഓൾറെഡി അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം. എന്താ പേരെന്തായിരുന്നു? ചാനലിന്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് ലക്ഷ്മിയിൽ ഒന്ന് ടൈപ്പ് ചെയ്തോ. ശരി. ഹലോ ജി ലൈവില് ചേട്ടാ, ജി ലൈവ് ഞാൻ അല്ലടാ. ജി ലൈവില് ഞാൻ തന്നെ വല്ലപ്പോഴും പോയി പാടണതാണ്, മനസ്സിലായി? അവിടെ IAM.J07. ഇൻസ്റ്റയാണോ ചോദിച്ചത്? ഇൻസ്റ്റ. അതേ സെയിം തന്നെ. 07 ഇല്ലെന്നേ ഉള്ളൂ. ഓക്കെ സെറ്റ്. ഒരു മിനിറ്റ് ഗൈസ്, ഇതാ വരുന്നേ. ഗൈസ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം കൂടെ ജസ്റ്റ് പറയാനുണ്ട്. സോ ഞാൻ ഇത്ര നാളെ ഞാൻ പറഞ്ഞ കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഈ ഒരു പ്രോജക്റ്റ് കുറേ നാളായിട്ട് ഒരു ഓൺ പാട്ട് ഇറക്കണമെന്നുണ്ടായിരുന്നു. ആൻഡ് കേരളത്തിലെ ഒരു ബിഗ്ഗസ്റ്റ്, കേരളത്തിലെ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്ന്. എല്ലാം കഴിഞ്ഞു. ആൻഡ് അവർ നമ്മുടെ പാട്ട് അപ്രൂവ് ചെയ്തു. ആൻഡ് അവർ ടോട്ടലി അത് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ ഷൂട്ട് തുടങ്ങും. ഒരു 3 ദിവസത്തെ ഷൂട്ട് ഉണ്ടാകും. ആൻഡ് അതൊരു വലിയ കൊളാബാണ്. ഉടനെ ബാക്കിയൊക്കെ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇത്രയും നാൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ കൊണ്ട് തന്നെയാണ് ഇവിടെ വരെ വന്നത്. ഒരു സമയത്ത്
ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചൊരു കാര്യമായിരുന്നു പാട്ട്. വലിയ സിംഗറൊന്നും അല്ല ഞാൻ, എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പാട്ടൊക്കെ പാടണം, ഷോസൊക്കെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ വെറുതെ ചുമ്മാ ഒരു ബാൻഡിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഞാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 2025-26 ടോട്ടലി ഞാനിപ്പോൾ 45 ഷോസ് ചെയ്ത്. ടോട്ടലി ഈ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് 45 ഷോസ് ഞങ്ങൾ ചെയ്ത് തീർത്ത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ അതെനിക്കൊരു വലിയ കാര്യമാണ്. ഞാൻ ചെയ്യാൻ പോണ ആദ്യത്തെ പാട്ടൊരു വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ സൂൺ എല്ലാം റിവീൽ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. ഉടനെ ഇറങ്ങണതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ ബ്രോ, ഞാൻ വെയിറ്റ് ചെയ്യാം. കുറച്ചേരം ഞാൻ വെയിറ്റ് ചെയ്യാം. പറ്റുമോ? ഇപ്പൊ പാടാൻ പറ്റുമോ? ഞാൻ ഒരു റാൻഡം ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടട്ടോ. അല്ല, നീ അത് ആലോചിച്ച് സെറ്റ് ആകുമ്പോ ഒന്ന് മെസ്സേജ് ഇട്ടാ ഞാൻ വന്നോളാം. ഓക്കെ വാസു ബ്രോ, ഓ പറഞ്ഞോ. സിറ്റിനെ പറ്റി ഒരു പാട്ട് 10 മിനിറ്റിൽ റെഡിയാക്കി തരാത്. ഓ റെഡി. പോണ്ട ചൂടാ. അയ്യോ, എന്റെ ഫേവറേറ്റ് സോങ് നിഴലറിയാതെ നിറമണിയും ഒരു പിടി കനവിലായി നീ വരും. ജൂപ്പിറ്റർ മഴ മതി. ഈ ഒരു പാട്ട് ദർശനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യോ? ഒരു മാല ഇഷ്ടമാണ്. ഒരു മാല ഈ ജൂപ്പിറ്റർ മഴ ദർശനയ്ക്ക് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യോ? ഓക്കെ ഓക്കെ ഓക്കെ. ജൂപ്പിറ്റർ മഴ നനയും ചന്ദ്രനെ നോക്കിയിരിക്കും ചൂവേലുമാളിക കിട്ട നിനക്കായി ഞാൻ തിരികെ വരുമോ നീ എന്നരികെ അറിയുവാൻ ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ ഓർക്കുന്നു വഴിയരികെ മരുതോറും നേരത്തായി മിഴിനിറഞ്ഞരികെ നിന്നു മുറിവേറ്റ സ്വരവും നീ നിറനേരം ഞാനരികെ തുണയേകാൻ ഞാനരികെ ഇന്നു ഞാനകലെ ഒരു ലോകം കാണാൻ നീങ്ങുന്നേ പറയാൻ വയ്യ ഒറിജിനൽ പോലെ ഉണ്ടല്ലേ. പറയാൻ വയ്യ വിധിയില്ല പ്രപ്പോസൽ ചെയ്യില്ല, പോടാ അവിടുന്ന്. പക്കമായ ലോകത്തിൽ കരവെല്ലാം കനിയും ലോകത്തിൽ കഴിയാം നനയാം വാഴാം ഇൻപതുവായ. താങ്ക് യു സോ മച്ച്. ദർശന, എന്റെ ദർശനയ്ക്ക് വേണ്ടിയായിരുന്നു ഈ പാട്ട്. ദർശന കേക്കുന്നില്ലേ? ഹലോ ഹലോ ഹലോ. ഇപ്പൊ കേക്കാം. അണ്ണാ താങ്ക് യു. റോസ് എനിക്കായിരുന്നോ? അതെ. ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ അല്ലേ? ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ അല്ലേ? താങ്ക് യു അണ്ണാ. താങ്ക് യു ദർശന. അപ്പൊ പൂച്ചക്കുട്ടി താങ്ക് യു, ആൻഡ് പൂമ്പാറ്റക്കുട്ട താങ്ക് യു സോ മച്ച്. എനിക്കൊന്ന് ചെയ്ത് അയച്ചു തരണോ ടിവിയുടെ പാട്ട്? ഓക്കെ. അപ്പൊ കാണാം. ശരി, പോയിട്ടോ. എടാ നമ്മൾ പ്രപ്പോസ് അസണ്ണ എനിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പഠിച്ച് പാടി തരാന്നൊക്കെ പറഞ്ഞ് അന്ന് പോയിട്ട് പിന്നെ എനിക്ക് ഇത്രയായിട്ട് പാടി തന്നില്ല. അതെന്താന്ന് വെച്ചാ ദർശന, ഞാൻ പറഞ്ഞില്ലേ ഇതായി ഇപ്പൊ ആദ്യം ഒരു ദിവസം. ഹലോ സുഹൃത്തെ, ആരാ? എടാ വണ്ടി ഒന്ന് എടുത്തു വിടറാ. അതെ ഞാനാണ്. പറഞ്ഞോ. ഇവിടെ തന്നെ നിക്കുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റും. WASD. ഇങ്ങനെ പേരെന്താ?
നിക്കോൺ ബിവിയാ? റീകോൺ ടി വി. ഓക്കെ ഓക്കെ. ഇത് ആ റീകോൺ ആണോ? ഇത് വെളിയിലത്തെ റീകോൺ ആണോ? പരിചയപ്പെട്ട സന്തോഷം. ഇതെങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ ഇങ്ങനെ പോവുള്ളൂ? ഇത് ഇങ്ങനെയല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാം. എന്താ ഇത് കണ്ട ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പരിചയപ്പെട്ട സന്തോഷം. പഠിച്ചു വരുന്നേ ഉള്ളല്ലേ? എടുത്തു തന്നേ. ഓ എടുത്തിട്ടുണ്ട് ഇവിടെ. ദർശന എന്തോ അതെന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞേ, ഈ തിരക്കാണ് എന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഇത് ഈ പറയണത് പോലെ ബിസിനസ് കാര്യങ്ങൾ, TV, അതിന്റെ കൂടെ ഇത്രയും പിള്ളേരെ മാനേജ് ചെയ്യണ്ടേ. അപ്പൊ എനിക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല. അതാണ് പ്രശ്നം ദർശന. എന്നാലും ഇപ്പൊ സമയമുണ്ടോ? അല്ലയോ, ഞാൻ പഠിച്ചില്ല, പാട്ട് പഠിച്ചില്ല. ദർശനക്ക് പാടി തരുമ്പോ ഒരു സ്പെഷ്യൽ ആയിരിക്കണ്ടേ? അപ്പൊ ഇനി എപ്പോഴേലും കാണുമ്പോ എനിക്ക് പാടിത്തരൂലേ? പിന്നെ ഉറപ്പായിട്ട് ദർശനക്ക് വേണ്ടി പാടിത്തരൂലേ? അണ്ണ ഫുഡ് കഴിച്ചോ? മുമ്പ് ചോദിച്ചപ്പോ കഴിച്ചില്ലെന്ന് പറഞ്ഞു. ദർശന കഴിച്ചോന്ന് ഞാൻ അറിയട്ടെ, എന്നിട്ട് ഞാൻ കഴിക്കാം. ഞാൻ കഴിച്ചണ്ണ. അണ്ണന് വേണ്ടിട്ട് ഞാൻ കുറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ട്. എന്താ ദർശനയുടെ ഫുഡ് കഴിക്കുന്നു? പക്ഷെ സ്പെഷ്യൽ ഒന്നും അല്ല കേട്ടോ അണ്ണ. സ്പെഷ്യൽ ഫുഡ് ഒന്നും കിട്ടിയില്ല. കുഴപ്പമില്ല. തൽക്കാലം ഈ ഫുഡ്. ഹലോ. ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ സാറൊക്കെ കാണാറുണ്ടോ? ഏത് സാറിന്? അല്ല, അന്ന് ആരുമായിട്ടോ അണ്ണൻ ഡേറ്റിങ്ങിന് പോയി എന്നൊക്കെ പറഞ്ഞില്ലേ? ആ സാറിനെ കാണാറുണ്ടോ? സാറേ ഞാൻ അന്ന് സാറൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ കൂടെ ഒരു ഡേറ്റിന് പോകണമെന്ന്. അപ്പൊ ഞാൻ ഡേറ്റിന് പോയി. സാറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം സാറ് പോയി. പിന്നെ സാറ് വന്നിട്ടില്ല. അതെ അല്ലേ മുച്ചിരി? അതെന്നെ പിന്നെ എല്ലാടുക്കോ. അതെ ദർശന, ഞങ്ങൾക്ക് ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ദർശന. ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ 11:15 പോയി കാണാന്നാണ് പറഞ്ഞത്. ദർശനയുടെ കൂടെയുള്ള ടൈം എനിക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ 11:25 വരെ എക്സ്റ്റെൻഡ് ചെയ്തത്. താങ്ക് യു അണ്ണ. ഞാനിവിടെ കുറെ നാളായി അണ്ണനെ കാണാതെ. കൊറേ ദിവസമായില്ലേ നമ്മള് ഫോണിൽ മാത്രമേ സംസാരിക്കുള്ളായിരുന്നല്ലോ. അതെ. അപ്പൊ എനിക്ക് അണ്ണനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ദർശന. നമ്മള് പെട്ടെന്ന് ഒരു ഭയങ്കര അഫെക്ഷൻ പോലെ. എന്തായാലും കാണാം ദർശന. എന്തായാലും ഞാൻ എന്നാ പോയിട്ട് വരാം. ഒരു സെക്കൻഡ് ദർശന. മുച്ചിരി കാണാം ദർശന, കാണാം. അവിടെ കൊണ്ടുവിടണോ ഞങ്ങള്? അല്ല വേണം, വണ്ടി കയറി വാ. നമ്മൾ വിളിച്ചെടുത്ത് കൊണ്ടുവിടാടാ. കണ്ണമ്മോ ബെറ്റർന്നോ?